ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കയറുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാം. നമുക്കിനി നേരെ വീഡിയോയിലായിട്ട് കിടക്കാം. അപ്പോൾ ഈ വീഡിയോ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10th കഴിഞ്ഞ് +1 +2 തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ളതാണ്, സ്റ്റുഡൻസിനുള്ളൊരു വീഡിയോ ആണ് ഇത്. അപ്പോൾ നിങ്ങൾ എങ്ങനെ +1 കോഴ്സ് തിരഞ്ഞെടുക്കണം, ഏതൊക്കെ കോഴ്സ് ബെറ്റർ ആണ് നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, ഏതൊക്കെ നിങ്ങളെക്കൊണ്ട് പറ്റും എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു 10th ഒക്കെ കഴിഞ്ഞ് റിസൾട്ടിനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിർബന്ധമായിട്ടും നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. നമുക്കിനി നേരെ വീഡിയോ ഇട്ട് കിടക്കാം. അപ്പോൾ 10th ഒക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിലുണ്ടാവുന്ന ഒരു കോഴ്സായിരിക്കും സയൻസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ സയൻസിനെ പറ്റി നമുക്ക് ആദ്യം തുടങ്ങാം. സയൻസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ +1 വരുന്നത് മൊത്തം 6 വിഷയങ്ങളാണുള്ളത്. 6 സബ്ജക്റ്റ് ഉണ്ടാവും. അതിൽ 4 സബ്ജക്റ്റും 2 ലാംഗ്വേജാണ് നമുക്കുള്ളത്. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ 10th വരെ പഠിച്ചിട്ടുള്ള കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, മാത്സ് ഇത്ര ഉണ്ടാവും. ബയോമാത്സ് ആണെങ്കിലും. ഇനി ഹോം സയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് കെമിസ്ട്രി, ഫിസിക്സ്, പിന്നെ നമ്മളുടെ ബയോളജിയാണ്. മാത്സ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. ലാംഗ്വേജ് 2 പേർക്കും സെയിം തന്നെയായിരിക്കും. സെക്കൻഡ് ലാംഗ്വേജും ഉണ്ടാവും, നമ്മുടെ ഇംഗ്ലീഷും ഉണ്ടാകും. സെക്കൻഡ് ലാംഗ്വേജ് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ തിരഞ്ഞെടുക്കാം. അത് നമുക്കിത് പറഞ്ഞു കഴിഞ്ഞിട്ട് ലാംഗ്വേജിൻ്റെ കാര്യം എന്നിട്ട് കിടക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മുടെ സബ്ജക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നാളും, അതായത് 10th പഠിച്ച സബ്ജക്റ്റേ അല്ല, ഭയങ്കര ഡിഫറെൻ്റ് ആണ് നമ്മൾ ഇനി +1 കയറുന്ന സയൻസിൻ്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ. ഇത്ര നാൾ നമുക്ക് കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ ഓക്കെ പെർഫെക്റ്റ് ആയിരുന്നുവെങ്കിലും ഇനി നമ്മൾ +1 കയറും നമ്മൾ വിചാരിക്കുന്ന സബ്ജക്റ്റേ അല്ല നമ്മുടെ +1 നമ്മൾ കാണാനായിട്ട് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫിസിക്സ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് ഡെറിവേഷൻസ് ആണ്. ഒത്തിരി ഡെറിവേഷൻസ് നമ്മൾ കാണാപ്പാടം പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആയിരിക്കും ഫിസിക്സിൻ്റെ തൊട്ട് നിങ്ങൾ +1. പിന്നെ കെമിസ്ട്രീനെ പറ്റി പറയുകയാണെങ്കിൽ, കെമിസ്ട്രി എന്ന് പറയുന്നത് കുറച്ച് ഡെറിവേഷൻസ് ഉണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നിർബന്ധമായിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ലെങ്കിൽ കൂടി കുറച്ച് ഡെറിവേഷൻസ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. ഫിസിക്സിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ, ഫിസിക്സിൽ മൊത്തം ഡെറിവേഷൻസ് ആയിരിക്കും. ഡെറിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് ഫസ്റ്റ് അങ്ങനെ ഡെറിവേഷൻ ഒന്നും ഉണ്ടാവില്ല. അത് കുറച്ച് യൂണിറ്റ്സിനെ പറ്റിയിട്ടും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറച്ച് യൂണിറ്റ്സ് ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ട് നിങ്ങൾ പഠിക്കുന്ന ഒരു ചാപ്റ്റേഴ്സ് ആയിരിക്കും ഫസ്റ്റ് നിങ്ങൾ വരുന്നത്. ഫസ്റ്റ് നിങ്ങൾ ഡെറിവേഷൻ വെച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല, പക്ഷേ അതിൽ തന്നെ കുറച്ച് സിമ്പിളായിട്ടുള്ള ഡെറിവേഷൻസ് ഉണ്ടാകും. അത് നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ വേറെ ചാപ്റ്ററിൽ നമുക്ക് ഡെറിവേഷൻ ഒന്നുമില്ല. അങ്ങനെ മൊത്തം 2 ചാപ്റ്റർ നമുക്ക് ഡെറിവേഷൻസ് ഇല്ല. ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സിലും നിങ്ങൾക്ക് ഫുൾ ഡെറിവേഷൻസ് ആയിരിക്കും ഫിസിക്സിൽ ഉണ്ടാവുന്നത്. കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഓഫ് സ്റ്റെപ്പ് പ്രോബ്ലംസ് ആയിരിക്കും, മാത്തമാറ്റിക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ കെമിസ്ട്രിയിൽ ഫേസ് ചെയ്യുക. കൺസെപ്റ്റ് തന്നെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പകുതി മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും കെമിസ്ട്രി എന്ന് പറയുന്നത്. ദെൻ ഇനി നമ്മൾ മാത്സിനെ പറ്റി പറയുകയാണെങ്കിൽ, മാത്സിൽ ഡെറിവേഷൻ നമുക്ക് പഠിക്കാനുണ്ടാകും. അതോടൊപ്പം തന്നെ നമ്മൾ പഠിച്ച പ്രോബബിലിറ്റി, അങ്ങനെ കുറച്ച് സിമ്പിൾ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ 3D ഒക്കെ അങ്ങനത്തെ കുറച്ച് സിമ്പിൾ ചാപ്റ്റേഴ്സൊക്കെ ഉണ്ടാകും. വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഓക്കെ ആണെന്ന് പറയാം നമുക്ക് മാത്സിനെ പറ്റിയിട്ട്. ഇനി ബയോളജി, നമ്മൾ 10th വരെ പഠിച്ചിട്ടുള്ള ബയോളജി എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാം മിക്സ്ഡ് ആയിരുന്നു. അത് നമ്മുടെ പ്ലാന്റ്സിനെ പറ്റിയിട്ടും ആനിമൽസിനെ പറ്റിയിട്ടും പഠിക്കുന്ന എല്ലാം മിക്സ്ഡ് ആയിരുന്നു. പക്ഷേ ഇനി നിങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ പ്ലാന്റ്സിനെ പറ്റിയിട്ടും ആനിമൽസിനെ പറ്റിയിട്ടും രണ്ട് സബ്ജക്റ്റായിട്ട് ബയോളജി തിരിയും. ഒന്ന് ബോട്ടണി എന്നും ഒന്ന് സുവോളജി എന്നുമാണ് നമുക്ക് തിരിയുക. ബയോളജി 2ആയിട്ട് തിരിയുന്നത്. സുവോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ആനിമൽസിനെ പറ്റിയിട്ട് പഠിക്കുന്ന കാര്യങ്ങളായിരിക്കും. ആനിമൽസ് തന്നെ നമ്മൾ ആനിമൽസിനെ പറ്റിയിട്ടും ഹ്യൂമൻ ഫിസിയോളജി, അതിൽ നമ്മളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നതായിരിക്കും. അതിന് ബോട്ടണി എന്ന് പറയുന്ന സമയത്ത് പ്ലാന്റ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ബോട്ടണിയിൽ കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യും. അവിടെ നമ്മുടെ ഹ്യൂമൻസിനെ പറ്റിയിട്ടോ അതായത് നമ്മുടെ ആനിമൽസിനെ പറ്റിയിട്ടോ ഒന്നും പഠിപ്പിക്കില്ല. അവിടെ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഹോർമോൺസ്, അവരുടെ ഡെവലപ്മെൻറ്റ്, ഗ്രോത്തുകൾ, അതിനെ പറ്റിയിട്ടായിരിക്കും ബോട്ടണി കൈകാര്യം ചെയ്യാം. ഇനി സെക്കൻഡ് ഇയറിലാകുമ്പോഴത്തേക്ക് നമുക്ക് സുവോളജിക്കും ബോട്ടണിക്കും ലാബ് ഉണ്ടാകും. അങ്ങനെ കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, സുവോളജി, ബോട്ടണി ഇത്രയും പേർക്കും നമ്മൾ സെക്കൻഡ് ഇയറിൽ എന്തുണ്ടാവും, ലാബുകൾ ഉണ്ടാകും. ഇനി സെക്കൻഡ് ലാംഗ്വേജിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് തിരഞ്ഞെടുക്കുന്നത് 3 സെക്കൻഡ് ലാംഗ്വേജുകളാണ് ഉള്ളത്. ഒന്ന് നമ്മുടെ സംസ്കൃത്, അതുപോലെ നമ്മുടെ മലയാളം, then ഹിന്ദി. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തിരഞ്ഞെടുക്കാം. മലയാളമൊക്കെ ഒത്തിരി എഴുതാനുണ്ട്, അപ്പോൾ അത് അനുസരിച്ച് വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട്. ഹിന്ദി ഒട്ടുമിക്ക പേർക്കും ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണെന്നാണ് എനിക്ക് അറിഞ്ഞിട്ടുള്ളത്. എനിക്കൊക്കെ ഭയങ്കര സിമ്പിളായിരുന്നു. അപ്പം നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഹിന്ദി നിങ്ങൾക്ക് എടുക്കാം. കാരണം കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ലാംഗ്വേജും കൂടിയാണ് ഹിന്ദി. മലയാളം എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ എഴുതേണ്ടതായിട്ട് വരും. 2.5 പുറമൊക്കെ നല്ല വൃത്തിക്ക് അല്ലെങ്കിൽ കുറേ മലയാളം കൈകാര്യം ചെയ്ത് എസ്സേ ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് എഴുതാം. അതോടൊപ്പം തന്നെ ഹിന്ദിയൊക്കെ എസ്സേ എഴുതാൻ കൈകാര്യം ചെയ്യുന്ന അറിയാവുന്നവരാണെങ്കിൽ ഹിന്ദി നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് ചൂസ് ചെയ്യാം.
ഇനി ഒത്തിരി വൺ വേർഡ്സ് ഒക്കെ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്കൻഡ് ലാംഗ്വേജാണ് സംസ്കൃത്. അതിപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ലാംഗ്വേജ് പഠിക്കാം എന്നുള്ള ഒരു രീതിയിലും കൂടിയാണ് നമുക്ക് സംസ്കൃതം ഇപ്പോൾ ഒരു സെക്കൻഡ് ലാംഗ്വേജ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ ലാംഗ്വേജ് പഠിക്കാൻ പറ്റും, പുതിയ ലിപികൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് സംസ്കൃതം പഠിക്കുന്നത്. ഫ്യൂച്ചറിൽ നമുക്ക് കൂടുതലും ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹിന്ദി പഠിക്കുക എന്നുള്ളതൊക്കെയാണ്. ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുന്നവരാണെങ്കിൽ മേ ബി അത് ചെയ്യാം. അല്ലെങ്കിൽ പുതിയൊരു ലാംഗ്വേജ് എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ടും സംസ്കൃതം തന്നെ തിരഞ്ഞെടുക്കാം. ഇനി നിങ്ങൾക്ക് മലയാളമാണ് ബെറ്റർ, എനിക്കൊണ്ട് പറ്റുമെന്നുള്ളവരാണെങ്കിൽ മലയാളം സെക്കൻഡ് ലാംഗ്വേജ് തിരഞ്ഞെടുക്കാം. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് നമുക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടാവും. അങ്ങനെ നമ്മുടെ സബ്ജക്റ്റിൽ ഇംഗ്ലീഷും ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇതാണ് സയൻസുകാരെ പറ്റിയിട്ട്. പിന്നെ കമ്പ്യൂട്ടർ സയൻസിലോട്ട് നമ്മൾ വരുവാണെങ്കിൽ അവിടെ നമുക്ക് ബയോളജി ഇല്ലാന്നേ ഉള്ളൂ. അവിടെ ബയോളജിക്ക് പകരം കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന വേറൊരു സബ്ജക്റ്റാണുള്ളത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. കൊമേഴ്സിലായിട്ട് വരുവാണെങ്കിൽ കൊമേഴ്സ് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കൊമേഴ്സൊക്കെ ഭയങ്കര ഈസിയാണ്, അവർക്കെല്ലാം ഓക്കെയാണ്. നമ്മൾ ഈ കെമിസ്ട്രിയുടെ എക്സാമൊക്കെ നിൽക്കുന്ന സമയത്ത് അവരവരുടെ കൊമേഴ്സിൻ്റെ എക്സാമിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഭയങ്കര ടെൻഷനായിരിക്കും കെമിസ്ട്രിയുടെ എക്സാമൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ. പക്ഷേ അവരൊരു ഭയങ്കര കൂളായിട്ടാണ് എക്സാമിന് പോയിട്ട് വരുന്നത്. അവർക്ക് ഭയങ്കര എപ്പോഴും ഈസി ആയിട്ടുള്ളൊരു കോഴ്സാണ് എപ്പോഴും കൊമേഴ്സ് എന്ന് പറയുന്നത്. ഒട്ടുമിക്ക ഫ്രണ്ട്സിനോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കൊമേഴ്സ് അവർക്ക് ഈസിയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ ഈ കാണുന്ന സബ്ജക്റ്റുകളൊക്കെയാണ് നമ്മുടെ കൊമേഴ്സിൽ ഉള്ളത്. അപ്പോൾ കൊമേഴ്സിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം കിട്ടിയെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നമ്മളുടെ ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്രയും സബ്ജക്റ്റുകളാണ് നമ്മുടെ ഹ്യൂമാനിറ്റീസിനും ഉള്ളത്. ഓക്കെ, ഇംഗ്ലീഷെല്ലാം സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾക്കെല്ലാം സെയിം തന്നെയായിരിക്കും കേട്ടോ. നിങ്ങളുടെ ചൂസ് ചെയ്യാൻ നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ ചൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇത്രയും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് കോമ്പിനേഷൻ തിരഞ്ഞെടുക്കണം എന്നുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കാം. നമുക്കിനി അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയിലായിട്ട് കാണുന്നതോടെ വരെ ടേക്ക് കെയർ, ബൈ.